ബിഗ് ബോസ് അഗ്നിപരീക്ഷ 2-ാം ദിവസം പൊളിച്ചു എന്നാണ് പറയാന്. ആദ്യ ദിവസം ഉറക്കം തൂങ്ങുന്ന ടൈപ്പായിരുന്നു. പക്ഷെ 2-ാമത്തെ ദിവസം അങ്ങനെയല്ലായിരുന്നു കേട്ടോ. നമ്മുടെ 20 പേരെ പുറത്താക്കിയില്ല. ആ 20 പേരെ വെച്ചായിരുന്നു ഇന്നത്തെ ടാസ്ക് കിടന്നത്. അടിപൊളിയായിട്ട് പെർഫോമൻസ് ചെയ്തിരിക്കുന്നു. അത് കണക്ക് തന്നെ നമുക്ക് ആ എപ്പിസോഡ് കാണാനും നല്ലൊരു ഭംഗിയുണ്ട്. അതുപോലെ തന്നെ 3 ഗെയിമുകളാണ് കൊടുത്തിരുന്നത്. 3 ടാസ്കുകളാണ് കൊടുത്തിരുന്നത്. ടാസ്കിന്റെ കാര്യം പറയാതിരിക്കുന്നത് നല്ലത്. നമ്മുടെ കൊച്ചു പിള്ളേർ, നഴ്സറി പിള്ളേരെ കളിപ്പിക്കുന്ന ടാസ്കുകൾ എങ്കിലും കൊള്ളാമായിരുന്നു ടാസ്കുകൾ. അപ്പം ഇന്ന് ഒരു ടാസ്ക് എന്ന് പറയുന്നത് നമ്മുടെ ജാമതീയ രൂപങ്ങളുണ്ടല്ലോ, അവയെ ഉയർത്തി ഇങ്ങനെ അടുക്കി അടുക്കി പൊക്കത്തിൽ വെച്ച് ഏറ്റവും ഉയരത്തിൽ ആരാണോ അടുക്കുന്നത് അവർക്കാണ് ടാസ്കിൽ വിജയം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ടാസ്ക്. 2-ാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് എല്ലാവർക്കും ഓരോ വടികൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ ഒരു ചെണ്ടമേളം ഉണ്ട്. ആ ചെണ്ടമേളത്തിന് നിൽക്കുന്നതനുസരിച്ച് വടി കൈമാറണം. കൈമാറുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് നിൽക്കുന്ന ആളുടെ കയ്യിലേക്ക് വടി കൈമാറുന്നതാണ്. അപ്പം അത് പിടിക്കുന്നത് ആരാണോ അവര്, പിടിക്കാതിരിക്കുന്നവർ പുറത്തു പോകും. അങ്ങനെ ഒരു ടാസ്ക് ആയിരുന്നു. അതുപോലെ തന്നെ 3-ാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് കുറെ വർണ്ണക്കടലാസുകൾ നിലത്തിട്ടിട്ടുണ്ട്. ആ വർണ്ണക്കടലാസുകൾ എന്ത് ചെയ്യണം, നമ്മുടെ സ്ട്രേ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നറിയാം, ഊതുക എന്നല്ല, അതിങ്ങനെ എടുത്ത് അവിടെ ബൗൾ വെച്ചിട്ടുണ്ട്, ആ ബൗളിൽ കൊണ്ടുവെക്കണം. അതായിരുന്നു ആ 3-ാമത്തെ ടാസ്ക്. അപ്പൊ ഈ 3-ാമത്തെ ടാസ്കിനകത്തുനിന്നും ഈ 2 പേരെ നമ്മുടെ പെൻഡന്റ് കൊടുത്ത് സേവ് ചെയ്തിട്ടുണ്ട്. അതിനകത്തുനിന്ന് നമ്മുടെ പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട് കുറച്ചുപേരെ. പക്ഷെ ഇന്നത്തെ ഗെയിമിനകത്ത് പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും ഭംഗിയായിട്ട് ഗെയിം കളിച്ച് എന്നതല്ല, കൂടെ എത്രത്തോളം എന്റർടൈൻമെന്റ് ഗെയിമിൽ കൊടുക്കുന്നുണ്ടോ അതുപോലെ തന്നെ എന്തൊക്കെ വിജയിക്കാൻ വേണ്ടി എന്തൊക്കെ രീതിയിലാണോ ഗെയിം കളിച്ചത് അങ്ങനെയുള്ള ആൾക്കാരെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് കൊള്ളാം. പക്ഷെ ഇന്ന് പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ടത് അതിനകത്ത് രാജേഷ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി, ഒരു സാധാരണക്കാരന്റെ രൂപത്തിലൊരു വ്യക്തി ഉണ്ട്. പുള്ളിക്കാരന്റെ ഗെയിം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പുള്ളിക്കാരൻ നല്ല രീതിയിൽ എന്റർടൈൻമെന്റ് കൊടുക്കുന്നുണ്ട്. പക്ഷെ പുള്ളിക്കാരൻ ആ ജാമതീയ രൂപങ്ങൾ അടുക്കി വെക്കുന്നത് നിലത്ത് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. എങ്കിലും നമ്മുടെ എന്റർടൈൻമെന്റ് കാഴ്ചവെച്ചു എന്ന കാരണത്താലാണ് നമ്മുടെ ബിഗ് ബോസിലെ നമ്മുടെ രഞ്ജിനിയും റിയാസും അഖിൽമാരാണ് പുള്ളിക്കാരനെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നെ ഇപ്പൊ ഈ തുടക്കത്തിൽ ഈ ഒരു നോർമലായിട്ടുള്ള ടാസ്കുകളാണെങ്കിലും ഇതിനേക്കാൾ ഭയങ്കര കഠിനമായ ടാസ്കുകളാണ് ഇനി വരാൻ പോകുന്നതെന്നാണ് നമ്മുടെ റിനീഷ പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്നത്. എങ്കിലും നോക്കാം നാളെ ഏതൊക്കെ ഗെയിമുകൾ വരും എന്നുള്ളത്.